അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനഭാഗത്ത് യേശു കർത്താവ് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദേവാലയത്തിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യനിരിക്കുന്നു. യേശു കടന്നു ചെല്ലുമ്പോൾ കൈ ശോഷിച്ചവനോ തളർവാദം പിടിപെട്ടവനോ കുഷ്ഠരോഗികളോ അങ്ങനെ ഏതുവിധ രോഗത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന ആളാണെങ്കിലും യേശുക്രിസ്തു അവരെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയാണ് കടന്നു പോകാനായിട്ട് വരുന്നത്. എന്നാൽ യേശു വരുന്നു എന്നറിഞ്ഞ് യേശുവിനെ പരീക്ഷിക്കേണ്ടതിന്, അതും ശബത്ത് ദിവസത്തിൽ ശബത്ത് ഇവൻ ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഈ കൈ സൂക്ഷിച്ച മനുഷ്യനെയും കൊണ്ട് യേശുവിന്റെ അടുക്കൽ വരുന്നതിന് തുല്യമായിട്ടാണ് കൊണ്ടുവന്നത്. യേശു കർത്താവ് ശബത്തിന്റെയും ദൈവമാണെന്ന് ഇവർക്കറിയില്ലായിരുന്നു. ആ കൈ സൂക്ഷിച്ച മനുഷ്യനോട് അവന്റെ കൈ സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞ് യേശുവിനെ പരീക്ഷിക്കാൻ വന്നവരോട് യേശു പറയുകയാണ്, നിങ്ങളുടെ ഒരു ആടോ നിങ്ങളുടെ ഒരു കാളയോ നിങ്ങളുടെ ഒരു വസ്തുവോ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതിനു വേണ്ടി കടന്നു ചെല്ലുകയില്ലേ? ഇവിടെ ശബത്തിന്റെ ദൈവമാണ് അവനെന്ന് തിരിച്ചറിയുന്ന വിധത്തിലേക്കാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. 11-ാമത്തെ വചനഭാഗം, അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യർ ആടിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവർ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പ്രീസലോ. പിന്നെ അവൻ കൈ നീട്ടി മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. സൗഖ്യപ്പെടുത്തുന്നവന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ, യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ശിമയോന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ പാദം കഴുകുന്നത് കാണാൻ കഴിയും. അവർ ചോദിക്കുക, നീ ദൈവമാണെങ്കിൽ നിന്റെ പാദം കഴുകിയവരാരാണെന്ന് നിനക്കറിയാം എന്ന് അവർ തമ്മിൽ പിറുപിറുക്കുമ്പോൾ യേശു ഹൃദയരഹസ്യങ്ങൾ അറിഞ്ഞിട്ട് ആ കുടുംബനാഥനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ വന്നു, എനിക്ക് കാല് കഴുകാൻ നീ വെള്ളം തന്നില്ല. ഞാൻ വന്നു, എന്നെ ചുംബിച്ചില്ല. എനിക്ക് സുഗന്ധതൈലം എൻ്റെ മേൽ പൂശിയില്ല. ഇതോ ഇവൾ ഇതെല്ലാം ചെയ്തല്ലോ. ദൈവപ്രവൃത്തി ചെയ്യുന്നത് മറ്റുള്ളവർ യേശുവിന്റെ വാദത്തിൽ ഇരിക്കുമ്പോൾ, അവൻ ഇത്രയും വലിയ പാപിയായിട്ടും അവൻ കർത്താവിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നു എന്ന് പിറുവിറുത്ത് കടന്നു പോകരുത്. ആ സ്ത്രീ മാനസാന്തരപ്പെട്ടിട്ട് അവന്റെ പാദത്തിൽ ഇരുന്നത്. ഞാൻ പറയാം, 3-ാമത്തെ സംഭവം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. കല്ലെറിഞ്ഞു കൊല്ലണമെന്ന മോശയുടെ നിയമം. മോശയുടെ നിയമം യേശു കർത്താവ് ന്യായപ്രമാണം ലംഘിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നത്. യേശു അവരോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, ന്യായപ്രമാണത്തിൽ കല്ലെറിയണമെന്നല്ലേ നിയമം? നിങ്ങൾ കല്ലെറിഞ്ഞോ? ഒറ്റയൊരു കാര്യമുള്ളൂ, കല്ലെറിയുന്നതിന് മുമ്പ് നിങ്ങളിൽ പാപമില്ലാത്തവർ തൊട്ട് കല്ലെറിയാൻ തുടങ്ങിക്കും. എല്ലാവരുടെയും കയ്യിലെ കല്ല് താഴെയിട്ട് മടങ്ങിപ്പോയെന്ന തിരുവെഴുത്ത് പറയുന്നത്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്.
പരീക്ഷിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും പരീക്ഷിക്കരുത്. ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഇത് പറയുന്നതെങ്കിൽ ഇടർച്ച ഉണ്ടാക്കുന്നവനാകെ ആ കഷ്ടം. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ആരും പോകണ്ട. പിശാച് ഒരിക്കൽ അവനെ പരീക്ഷിച്ചു. പിശാച് പരാജയപ്പെട്ടു പോയി. ലോകത്തിൽ ഏത് മനുഷ്യന് യേശുവിനെ പരീക്ഷിക്കാൻ നോക്കിയോ അവരെല്ലാം പരാജിതരായി പോയിട്ടുള്ളൂ. ഇവിടെ ജയിക്കണമെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തണം. മറ്റുള്ളവരാൾക്ക് നീ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൽ പോയി എറിഞ്ഞു കളയാൻ പറഞ്ഞാൽ ഇടർച്ച വരുത്തുന്നവൻ ആരാ കല്ല് കെട്ടേണ്ടത്? ഇടർച്ച വരുത്താത്തവര്. യേശു പറഞ്ഞ ഈ വചനം എത്ര അർത്ഥവത്തായിരിക്കുന്നു. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇടർച്ച വരുത്താത്തവനാണ് കഴുത്തിൽ തിരികല്ല് കെട്ടി ഇടർച്ച വരുത്തുന്നവനെ താഴ്ത്താൻ പാടുള്ളൂ. നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണം മറ്റുള്ള മനുഷ്യന്റെ കണ്ണിലെ കരടിനെ ശ്രദ്ധിക്കുവാൻ നമുക്ക് എത്ര അധികം തീക്ഷ്ണതയാണ്. ഇവിടെ ബൈബിൾ പ്രകാരം നമ്മൾ നോക്കണം. സകല ഭാരവും പാപവും വഹിച്ചവൻ, നമുക്ക് വേണ്ടി അടിയേറ്റവൻ, നമുക്ക് വേണ്ടി സഹിച്ച ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവേ, നിന്റെ സന്നിധി ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിന്നെ പരീക്ഷിക്കുവാൻ നോക്കിയവർ പരാജിതരായെങ്കിൽ, നിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് ഏറ്റുപറഞ്ഞവരെല്ലാവരും അനുഗ്രഹീതരായെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്ന് ദിവസം ഞങ്ങളും നിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.